നമ്മുടെ സിറോ മലബാർ സഭയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലികളിൽ നമ്മൾ ആലപിക്കുന്ന സങ്കീർത്തനം ഉണ്ടല്ലോ, ആഴത്തിൽ നിന്ന് ഞാൻ ആർദ്രമായി കേഴുന്നു. നമുക്കിന്ന് ആ പാട്ടിൻ്റെ മ്യൂസിക്കും കോഡ്സും ഒന്ന് പഠിക്കാം. അതിന് വളരെ സിമ്പിളായിട്ട് 4 നോട്ട്സ് മാത്രം വായിച്ചാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് കംപ്ലീറ്റ് ആകും. നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റും. എ, ജി, എഫ് ഷാർപ്പ്, ഇ. ഈ 4 നോട്ട്സ് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട കോഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ കൊടുക്കുമ്പോൾ, എ എന്നുള്ള നോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഡി മേജർ, പിന്നെ ജി എന്നുള്ള നോട്ട് കൊടുക്കുമ്പോൾ സി, ഇവിടെ എഫ് ഷാർപ്പ് കൊടുക്കുമ്പോൾ ബി മേജർ കോഡ്, ഇ കൊടുക്കുമ്പോൾ ഇ എന്നുള്ള നോട്ട് വായിക്കുമ്പോൾ ഇ മൈനർ കോഡ്. ഇ മൈനർ സ്കെയിലാണ് നമ്മൾ ആ പാട്ട് നോക്കുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഞാൻ അതിൻ്റെ പവർ കോഡ് വായിക്കുകയാണ്. നോർമൽ കോഡ് അതിനെക്കാട്ടി കുറച്ചുകൂടെ കേൾക്കാൻ രസം. ഇങ്ങനെ പിയാനോയുടെ വോയിസിൽ പവർ കോഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കുകയാണേ. അത്രയും കഴിയുമ്പോൾ ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പിന്നെ ആ കോഡ്സ് എല്ലാം സെയിം തന്നെയാണ്. കോഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പോകാം. ആദ്യം നമ്മൾ കൊടുക്കുന്നത് ആഴത്തിൽ നിന്ന് ഞാൻ എന്ന് പാടുമ്പോൾ കൊടുക്കുന്നത് ഈ സസ്പെൻഡഡ് കോഡാണ്. ഈ സസ്പെൻഡഡ് എന്ന് പറയുമ്പോൾ ആഴത്തിൽ കണ്ടോ, ഈ ഇയും അതുപോലെ എയും ബിയും കൂടെ ഒരുമിച്ച് കൊടുക്കുക. ആഴത്തിൽ, പിന്നെ എ മൈനർ, ആ ഞാൻ എന്നുള്ളത് അവസാനിക്കുന്നിടത്ത് ഇ മൈനർ കൊടുക്കുക. അപ്പൊ അത് മൂന്നോട് വരുമ്പോൾ ആഴത്തിൽ നിന്നു ഞാൻ. ദെൻ നെക്സ്റ്റ് കോഡ് വരുന്നത് ഇ മൈനർ. ഇ മൈനർ ആഡ് ടു, സെക്കൻഡ് നോട്ടോട് ആഡ് ചെയ്യുന്ന കോഡാണ്, അല്ലെങ്കിൽ ആഡ് 9 എന്നൊക്കെ പറയും. ഇതുണ്ടോ, ഇങ്ങനെ വരിക കോഡ്. അതായത് ഇ, എഫ് ഷാർപ്പ്, ജി, ഈ 3 നോട്ട്സും പ്ലസ് ബി, അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇ മൈനർ ആഡ് ടു അല്ലെങ്കിൽ ആഡ് 9 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന കോഡാണത്. ഇങ്ങനെ വരും ആർദ്രമായി. പിന്നെ ജി മേജർ, കേഴുന്നു. ന്നു എന്ന് പാടുന്നതില്ലേ, അവിടെ ഡി മേജറാണ് കൊടുക്കുന്നത്. പിന്നെ സി മേജർ, ദൈവമേ, ഡി മേജർ, എന്നെ നീ. പിന്നെ കേൾക്കണമേ എന്നുള്ളത് ആ ഭാഗം